2014 മോഡലേ ടൂ വീല് മാനുവൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള വാഹനവുമായിട്ടാണ് നമ്മൾ വന്നുള്ളത്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വന്ന അതേ കണ്ടീഷനിലാണ് നമുക്ക് വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ടോ. 2014 മോഡൽ കിലോമീറ്റർ ഓടിയിൽ 2,30,000 കിലോമീറ്ററാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. നിങ്ങൾ പറയുന്ന ഏത് ആർട്ട് ഓഫീസിക്കും ആണെങ്കിലും നമ്പർ ആക്കിയിട്ട് നമുക്ക് തരാൻ കഴിയും. ഈ വാഹനം നിങ്ങൾക്ക് വൈറ്റിൽ വേണ്ടവർക്ക് ഇതുമ്പോൾ GR സ്പോട്ട് കാര്യങ്ങൾ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ബ്ലാക്കിൽ വേണ്ടവർക്ക് നമുക്ക് ബ്ലാക്കിൽ ഫുള്ള് നമ്മൾ ഇതിൻ്റെ താഴെ വീഡിയോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ വേണ്ടവർക്ക് നമുക്ക് ഫുള്ള് ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങളുള്ളൂ ഇതുമ്പോൾ ചെയ്യാൻ. ബാക്കിയുള്ളതൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം കേട്ടോ. ആ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാൻ കഴിയും. സ്റ്റോക്ക് കണ്ടീഷനിൽ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് 12,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ഫുള്ള് GRൻ്റെ കിറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സസിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഫുള്ള് ബ്ലാക്കിൽ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് 13,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം നിങ്ങൾ പറയുന്ന ഏത് RT ഓഫീസിലും ആണെങ്കിലും നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ്. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് കേട്ടോ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 90% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലാണുള്ളത്. ബ്ലാക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ റൂഫ് അടക്കം സൈഡ് ഡോർ പേഡുകൾ അങ്ങനെ കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയിട്ട് സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ട് എക്സ്റ്റീരിയർ ഭാഗത്താണെന്നുണ്ടെങ്കിൽ GRൻ്റെ കിറ്റ് വേണ്ടവർക്ക് GRൻ്റെ കിറ്റ് കയറ്റി കൊടുക്കാൻ കഴിയും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അതേപോലെ ഫ്രണ്ട് സ്കേറ്റിങ് ബാക്ക് സ്കേറ്റിങ് അങ്ങനെ ഫുള്ള് ഫിറ്റിങ്സ് ചെയ്തിട്ട് നമുക്ക് 13,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ. വണ്ടിൻ്റെ ഇപ്പം നിലവിലുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 95% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. കമ്പനി പെയിൻ്റ് ആണെങ്കിലും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു എഡ്ജുകൾ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കളറിലാണെങ്കിൽ തന്നെ നമ്മളൊരു ഫുൾ കോട്ട് പെയിൻറ്റ് അടിക്കേണ്ടി വരും. നിലവിൽ 95% കമ്പനി പെയിൻ്റാണ്. ഒരുപാട് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു തേയ്മാനം കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ സൈഡ് ഈ ഒരു കോർണർ സൈഡ് ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫുൾ പെയിൻറ്റ് ചെയ്യണം. അത് നിലവിൽ പേൾ വൈറ്റിലാണ് വാഹനം ഉള്ളത് കേട്ടോ. ടയർ ഭാഗങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പേൾ വൈറ്റിൽ ഫുള്ള് കണ്ടീഷൻ ആക്കിയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിലാണെങ്കിൽ 12,20,000 രൂപ നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ഉണ്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട്. അതല്ല നിങ്ങൾക്ക് ബ്ലാക്കിൽ ഫുള്ള് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് 13,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഈ വാഹനത്തിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങൾ അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ എഞ്ചിൻ സൈഡ് കംപ്ലീറ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ നിലവിൽ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. ചെറിയ മൈനറായില്ല 1-2 സ്ക്രാച്ചസ് കാര്യങ്ങളുള്ളൂ. കൂടുതൽ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം തന്നെ കേട്ടോ. ഈ ഒരു എഡ്ജ് ഭാഗങ്ങളിലൊക്കെ വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് പോളിഷ് ചെയ്തിട്ട് ആ ഒരു പെയിൻറ്റ് പോയ കല മാത്രമേ ഉള്ളൂ. വേറെ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും നിലവിൽ ഏതൊരു ഭാഗത്തും ഈ വാഹനത്തിനില്ല. ചെറിയ മൈനറായില്ല 1-2 സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഡോർ ഗ്ലാഡിങ് കൂടുതലും വാഹനത്തിന് ഉണ്ടാവില്ല. ഇതിന് എക്സ്ട്രാ ഡോർ ഗ്ലാഡിങ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു 90% 85% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേ നിലവിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വരുന്നത് കേട്ടോ. ടൈലാമ്പ് കാര്യങ്ങളൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ സ്റ്റോക്ക് കണ്ടീഷനാണ്. അതല്ല നിങ്ങൾക്ക് ബ്ലാക്കിൽ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചെയ്ത് തരാൻ കഴിയും. LED ടൈലാമ്പ് വരും. ഡിക്കി ഗാർണിഷ് LED ആണ് വരും കേട്ടോ. അതേപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി വരുന്നതന്നെയുണ്ട്. അപ്പോൾ ഇനി ബ്ലാക്കിൽ GRൻ്റെ കിറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് കയറ്റുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബമ്പർ സ്കേറ്റിംഗ് വരും. അതേപോലെ സ്പോയിലർ ബ്ലാക്ക് ചെയ്യും. ഫുൾ ബ്ലാക്കിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് വൈറ്റിൽ GRൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയും. ഇതിൽ നമ്മൾ വൈറ്റിൽ GRൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 13,00,000 രൂപ നമുക്ക് ഫൈനലായിട്ട് വരും കേട്ടോ. GRൻ്റെ കിറ്റ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 13,00,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. ഈ സൈഡ് ഭാഗങ്ങളിലൊന്നും ടച്ചിങ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും കാര്യമില്ല കേട്ടോ. ഈ സൈഡ് ഭാഗങ്ങൾ കംപ്ലീറ്റ് കമ്പനി ഒറിജിനൽ പെയിൻറ്റ് വരുന്ന വാഹനമാണ്. അതേപോലെ ആ ഒരു സൈഡ് ഭാഗങ്ങളും കമ്പനി ഒറിജിനൽ പെയിൻ്റാണ് വരുന്നത് കേട്ടോ. അതേപോലെ നിലവിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലേ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ പറയാം. നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവറാണ് വരുന്നത് കേട്ടോ. ബ്ലാക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇപ്പോൾ നിലവിലുള്ളത്. ആൻഡ്രോയിഡ് സിസ്റ്റോ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് സീറ്റിക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് ഇനി ബ്ലാക്കിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂഫ് നമ്മൾ ബ്ലാക്ക് ആക്കും, സീറ്റ് കവേഴ്സ് ബ്ലാക്ക് ആക്കും, ഡോർ പാഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്കിലാണ് ചെയ്യുക.
അതുപോലെ വൈറ്റിൽ ജി ആറിൻ്റെ കിറ്റും കാര്യങ്ങളും മാത്രമാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഭാഗത്ത് വലിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യൂല. ഈ ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും. അത് നമുക്ക് 13 ലക്ഷം നമ്മൾ പറഞ്ഞത് 12,75,000 രൂപയ്ക്ക് നമുക്ക് ജി ആറിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട് കേട്ടോ. ഈ വാഹനം സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊടുക്കാം. സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 12,20,000 രൂപക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു എഞ്ചിൻ സൈഡാണ്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല. അതേപോലെ അപ്രോണിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ബോണറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് കേട്ടോ, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ്. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അതേപോലെ ജി ആർ സ്പോർട്ട് കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട് ജി ആറിൻ്റെ ഗ്രില്ല് കയറും, ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ചെയ്യും, ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്, LED ടൈലാമ്പ്, ഡിക്കി ഗാർണിഷ് LED, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 12,70,000 രൂപയ്ക്ക് നമുക്ക് വൈറ്റിൽ കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ബ്ലാക്കിൽ ഫുള്ള് വർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പീസ് ആക്കിയിട്ടാണ് അടിക്കട്ടോ. കംപ്ലീറ്റ് പീസ് ആക്കിയിട്ട് ഇൻറ്റീരിയർ ഭാഗങ്ങൾ ബ്ലാക്ക് ചെയ്ത് കൊടുക്കും. റൂഫ് കാര്യങ്ങൾ ബ്ലാക്ക്, ഡാഷ്ബോർഡ്, ഡോർ പാഡുകളൊക്കെ ബ്ലാക്കിൽ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് 13,20,000 രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ നമ്പറാക്കി കൊടുക്കാൻ കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്.